ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. സെക്കൻഡ് ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത്, ഫ്രം ട്രേഡ് ടു പവർ. ഈ ചാപ്റ്ററിൽ പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ 1498 എന്താണ് കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നതും അതിനെ തുടർന്ന് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാരൊക്കെ ഇവിടെ എത്തി എന്താണ് അവരുടെ ഭരണം ആരംഭിച്ചു. ഒടുവിൽ അന്തിമ വിജയം നേടിയ ഇംഗ്ലീഷുകാർ ഇവിടെ ഭരണം ആരംഭിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വിവരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന പെപ്പർ അതിൻ്റെ സ്റ്റോറി പറയുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. എന്താണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്യൻസിന് ഈ പെപ്പർ അതുപോലെ മറ്റുള്ള സ്പൈസസ് ഒക്കെ എങ്ങനെ പ്രിയപ്പെട്ടതായി എന്നുള്ള കഥയാണ് പറയുന്നത്. അൺഫേവറബിൾ ക്ലൈമറ്റ് ആകുമ്പോൾ അവർക്ക് മീറ്റും മറ്റുള്ള ഫുഡൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്താണ് ഈ പെപ്പർ അത്യാവശ്യ കാര്യമായിട്ട് വന്നു. അന്ന് റെഫ്രിജറേറ്റർ, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ പെപ്പറും സ്പൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് പ്രിസർവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻസിന് ഈ സ്പൈസസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായി ട്രേഡേഴ്സിൻ്റെ ഇടയിലും ഇതിന് വലിയ ഡിമാൻഡായി. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് എന്താ മനസ്സിലായത്? സ്പൈസസ് ഓഫ് അവർ ലാൻഡ് വെയർ എസെൻഷ്യൽ ടു ദ ഫോറിനേഴ്സ്. ഫോറിനേഴ്സിന് നമ്മുടെ നാട്ടിലുള്ള സ്പൈസസ് വളരെ അത്യാവശ്യമായിരുന്നു. ദ ട്രേഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് യൂസ് ടു വിസിറ്റ് ഹിയർ ടു കളക്ട് ദ സ്പൈസസ്. അപ്പോൾ എന്താണ്, ഈ ഓൾ വേൾഡിലുള്ള എല്ലാവരും എന്ത് ചെയ്യും, ഈ സ്പൈസസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ എത്തിച്ചേരാൻ തുടങ്ങി. യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. കാരണം എന്താ, ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് അവർക്ക് വന്നു പോകാൻ എളുപ്പം സീ റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സീ റൂട്ട് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമായിരുന്നു. അപ്പോൾ സീ റൂട്ട് കണ്ടുപിടിച്ചതോടുകൂടി യൂറോപ്യൻസ് അതുപോലെ എന്താണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ ഇവരൊക്കെ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. ഫസ്റ്റ് നമുക്ക് പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കാം. ആദ്യം ഞാൻ എന്താണ് ഈ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ തരാം. 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ് എന്താണ് കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. അവരുടെ ലാംഗ്വേജും ഡ്രസ് കോഡും ഇവിടെയുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ സാമോറിൻ, ദ റൂളർ ഓഫ് കാലിക്കറ്റ് അല്ലേ, സാമൂതിരി, കോഴിക്കോട് സാമൂതിരി ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയ്ക്ക് ഈ കച്ചവടത്തിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവർ എങ്ങോട്ട് പോയി, കണ്ണൂർ പോയിട്ട് എന്താണ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, സ്പൈസസ് ഒക്കെ കളക്ട് ചെയ്ത് അവർ പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് അൽമേഡ, അൽ ബുക്കർ അങ്ങനെ പേരുള്ള 2 സെയിലേഴ്സ് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. പോർച്ചുഗീസുകാരാണ്. ഗോവയും ഡാമൻ ആൻഡ് ഡിയു ആയിരുന്നു അവരുടെ ട്രേഡിംഗ് സെന്റേഴ്സ്. മനസ്സിലായല്ലോ. ദേ കൺസ്ട്രക്റ്റഡ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ടയും കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ ഡിസ്ട്രിക്റ്റിൽ കോട്ടപ്പുറം കോട്ടയും പണികഴിപ്പിച്ചു. അവരെന്തൊക്കെയാണ് നിർമ്മിച്ചത്? സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്. ഈ പോർച്ചുഗീസുകാരെ പറങ്കീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പറങ്കീസ് അഗ്രികൾച്ചർ ക്രോപ്സ് ആയ പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ ഇതൊക്കെ അവരെന്താണ് പോർച്ചുഗീസുകാർ അവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഈ ക്രോപ്പുകളൊക്കെ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ ദാറ്റ് ആർ ഫൗണ്ട് ഇൻ കേരള നൗ വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ്. അതുപോലെ പ്രിന്റിംഗ് മെഷീൻ്റെ യൂസും ഈ ആർട്ട് ഫോമായ ചവിട്ടു നാടകമൊക്കെ ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പിന്റെ ഫലമായി ഉണ്ടായതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ. അവർക്ക് ഇന്ത്യയിൽ ഒരുപാട് ട്രേഡ് സെന്റേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കോമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. മറ്റുള്ള യൂറോപ്യൻ പവറുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള, മത്സരിക്കാനുള്ള എക്കണോമിക് അല്ലെങ്കിൽ മിലിറ്ററി റിസോഴ്സസ് അവർക്കില്ലായിരുന്നു. ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്. തന്നെ അവർക്ക് എന്താണ് ഒരുപാട് റെസിസ്റ്റൻസ് അല്ലേ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. മലബാറിൽ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? സമൂറിൻ്റെ നേവൽ ഫോഴ്സിൻ്റെ ഹെഡായ കുഞ്ഞാലി മരക്കാരായിരുന്നു. അതായത് കോഴിക്കോട് സാമൂതിരിയുടെ നേവൽ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ പടത്തലവനായ കുഞ്ഞാലി മരക്കാർ. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് ഇത്രയും പാർട്ടിലെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ?
വൈ ഡിഡ് ദ യൂറോപ്യൻസ് കം ടു ഇന്ത്യ? എന്തിനാ യൂറോപ്യൻകാർ ഇന്ത്യയിലേക്ക് വന്നത്? ദ യൂറോപ്യൻസ് കെയിം ടു ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. മനസ്സിലായല്ലോ? ദ യൂറോപ്യൻസ് കെയിം ടു ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. കച്ചവടത്തിനായിട്ടാണ് വന്നത്. വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ്? പെപ്പർ. കുരുമുളകാണ് ബ്ലാക്ക് ഗോൾഡ് അല്ലെങ്കിൽ കറുത്ത പൊന്ന് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂറോപ്യൻസ് യൂസ്ഡ് പെപ്പർ ഫോർ വാട്ട് ഓൾ പർപ്പസസ്? എന്തൊക്കെ പർപ്പസിനാണ് യൂറോപ്യൻസ് പെപ്പർ ഉപയോഗിക്കുന്നത്? ടു ഗീവ് ടേസ്റ്റ് ടു ഫുഡ്, ടു പ്രിസർവ് മീറ്റ് ഫോർ ലോങ് ടൈം, ആസ് മെഡിസിൻ ഫോർ ഫീവർ. എന്തിനൊക്കെയാണ്? ഫുഡിന് ടേസ്റ്റ് നൽകാൻ, മീറ്റ് ഒരുപാട് നാൾ പ്രിസർവ് ചെയ്യാൻ, പിന്നെ പനിക്കുള്ള മെഡിസിനായിട്ട്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓർഡർ ഓഫ് ദെയർ അറൈവൽ. എന്താണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓർഡർ ഓഫ് ദെയർ അറൈവൽ. അവർ എത്തിച്ചേർന്ന ഓർഡർ അനുസരിച്ച് യൂറോപ്യൻ കൺട്രീസിനെ എഴുതാനാണ്. ആദ്യം എത്തിയതാരാ? ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. എന്താണ്? ആദ്യം പോർച്ചുഗീസുകാരെത്തി, പിന്നെ ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. PDF അല്ലേ? PDF എന്ന് പറയുന്നത് പോലെ PDF. പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When did a group of Portuguese sailors reach at Kapad near Calicut? Who was the leader of this group? എപ്പോഴാണ് കോഴിക്കോട് കാപ്പാട് തീരത്ത് പോർച്ചുഗീസ് സെയിലേഴ്സിന്റെ ഗ്രൂപ്പ് എത്തിച്ചേർന്നത്? അവരുടെ ലീഡർ ആരായിരുന്നു? എപ്പോഴാണ് എത്തിച്ചേർന്നത്? ഇൻ 1498. ഇൻ 1498 അവരുടെ ലീഡർ ആരായിരുന്നു? വാസ്കോഡ ഗാമ. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വെയർ നോൺ ആസ് പറങ്കീസ്? ആരാണ് പറങ്കീസ് എന്നറിയപ്പെടുന്നത്? ദ പോർച്ചുഗീസ്. ആരാണ്? പോർച്ചുഗീസുകാരെയാണ് പറങ്കീസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്. വൈ ഡിഡ് ദ സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ ഗോ ടു കണ്ണൂർ? എന്താണ് പോർച്ചുഗീസുകാർ കണ്ണൂരിൽ പോകാനുള്ള കാരണം? എന്താ കാരണം? ദ സമോറിൻ. ആരാണത്? ദെൻ ദ റൂളർ ഓഫ് കാലിക്കറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയ്ക്ക് ട്രേഡിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒന്നും നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് കണ്ണൂര് പോയത്. നൈം ദ അതർ സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ കെയിം ടു കേരള ഫോർ ട്രേഡ്. ഹു ആർ ദേ? പോർച്ചുഗലിൽ നിന്ന് വന്ന മറ്റുള്ള സെയിലേഴ്സ് ആരൊക്കെയാണ്? അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. ആരാണ്? അൽമേഡയും അൽബുക്കർക്കുമാണ് മറ്റുള്ള സെയിലേഴ്സ്. വിച്ച് വെയർ ദ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെന്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഗോവ, ഡാമൻ ആൻഡ് ഡിയു. ഏതൊക്കെയാണ്? ഗോവ, ഡാമൻ ആൻഡ് ഡിയു. വിച്ച് ആർ ദ ഫോർട്ട്സ് കൺസ്ട്രക്റ്റഡ് ബൈ പോർച്ചുഗീസ് ഇൻ കേരള? പോർച്ചുഗീസുകാര് കേരളത്തിൽ പണിത ഫോർട്ട്സ് ഏതൊക്കെയാണ്? കോട്ടകൾ ഏതൊക്കെയാണ്? സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ട്രേഡ് റിലേഷൻ വിത്ത് ദ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ്ഡ് സെവറൽ ഫീൽഡ്സ് ഓഫ് കേരള. എക്സ്പ്ലെയിൻ. എന്താണ്? പോർച്ചുഗീസുകാരുടെ ട്രേഡ് റിലേഷൻ കേരളത്തിലെ പല ഫീൽഡിലും ഇൻഫ്ലുവൻസ് ചെയ്തു. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെ ഫീൽഡിലാണ് കേരളത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായത്? ദ ട്രേഡ് റിലേഷൻ വിത്ത് ദ പോർച്ചുഗീസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചർ സെക്ടർ ഓഫ് കേരള. അഗ്രികൾച്ചർ സെക്ടറിലാണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത്. അതുപോലെ അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ബൈ ദ പോർച്ചുഗീസ്. അടുത്തെന്താ? വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ആർട്ട് ഫോം ലൈക്ക് ചവിട്ടുനാടകം വെയർ സം ഓഫ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. അഗ്രികൾച്ചറൽ സെക്ടറിലാണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത്. പൈനാപ്പിൾ, ഗുവ, പപ്പായൊക്കെ എന്താണ്? അവരുടെ സംഭാവനയാണ്. അതുപോലെ പ്രിന്റിംഗ് മെഷീനും ചവിട്ടുനാടകവും ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വൈ കുഡിൻ ദ പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ? എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ഒരുപാട് ട്രേഡ് സെന്റേഴ്സ് സ്ഥാപിക്കാൻ കഴിയാത്തത്? They did not have enough economic and military resources to compete with other European powers. എന്താണ് കാരണം? മറ്റുള്ള യൂറോപ്യൻ പവേഴ്സുമായിട്ട് മത്സരിക്കാൻ തക്കവണ്ണം എക്കണോമിക് ആയിട്ടോ അല്ലെങ്കിൽ മിലിറ്ററി റിസോഴ്സസോ അവർക്കില്ലായിരുന്നു. സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള പവർ അവർക്ക് ഇല്ലായിരുന്നു. They faced resistance from native forces.
അവരുടെ നേറ്റീവ് ഫോഴ്സിൽ നിന്ന് തന്നെ അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള യൂറോപ്യൻസായ ഡച്ചുകാരെ പറ്റിയും ഇംഗ്ലീഷുകാരെ പറ്റിയും ഫ്രഞ്ചുകാരെ പറ്റിയൊക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.